അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും നിറവേറാനുണ്ടാവുമല്ലോ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അമല് പരിചയപ്പെടുത്തി തരാം. യാസീൻ വെച്ച് നമുക്ക് ആഗ്രഹം നിറവേറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി അമല് പരിചയപ്പെടുത്തി തരാം. ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ പടച്ചറബിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും പടച്ചറബ് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നിറവേറ്റി തരും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് ഉണ്ടാവും. എങ്കിൽ നമ്മൾ പടച്ചറബിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം, പടച്ചറബ് നമുക്ക് തരും. ഞാൻ ഇത് ഓതിയിട്ട് ചോദിച്ചാൽ പടച്ചറബ് തരും എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണല്ലോ യാസീൻ. ഒരു യാസീൻ സൂറത്ത് ഓതിയിട്ട് യാസീൻ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, യാസീൻ ഓതിയിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നിറവേറ്റി കിട്ടും. നമ്മുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് നിങ്ങൾ പാരായണം ചെയ്യേണ്ട ശരിയായ രീതിയാണ്, നിങ്ങൾ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങളും സുബഹിയുടെ ആ ഒരു സമയത്തോ തഹജ്ജുദിൻ്റെ സമയത്തോ ഓതാൻ വേണ്ടി സെലക്ട് ചെയ്യുക. ഏത് സമയത്ത് ഓതിയാലും കുഴപ്പമില്ല. എങ്കിൽ രാത്രിയിൽ ഓതുമ്പോൾ അത് ഫലം ഇരട്ടിയാവുകയും ചെയ്യും. തഹജ്ജുദിൻ്റെ സമയം, ആ ഒരു സമയത്താണ് നിങ്ങൾ ഓതാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയമെങ്കിൽ ഫലം ഇരട്ടിയായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് വുളുവോട് കൂടിയിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ആവശ്യം പറയുക. എന്താണോ ആഗ്രഹം നിറവേറാനുള്ളത് അത് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കുറച്ച് ഇസ്തിഗ്ഫാറും സലാത്തൊക്കെ ചൊല്ലിയിട്ട് തെറ്റുകളെ പുറത്തു തരാൻ വേണ്ടിയും, അതുപോലെ സലാത്തൊക്കെ ചൊല്ലി നബിയുടെ ഹളറത്തിലേക്ക് ചൊല്ലി അതിന് ശേഷം നിങ്ങളുടെ ആവശ്യം ദുആ ചെയ്തിട്ട് നിങ്ങൾ പറയുക, ഇത്ര എണ്ണം ഞാൻ അള്ളാഹ് നിനക്ക് വേണ്ടി യാസീൻ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓതുക. നിങ്ങൾ ഓതേണ്ട എണ്ണം 7 വട്ടമാണ്. 7 അല്ലെങ്കിൽ 3 5 അല്ലെങ്കിൽ 21 വട്ടം ഓതുക. നിങ്ങൾക്ക് എത്രയാണോ ആവുക അത്ര നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓതുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായയിൽ നിന്നിട്ട് യാസീൻ ഓതുമ്പോൾ ആരോടും സംസാരിക്കാതെ കിബിലക്ക് മുന്നിട്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് യാസീൻ ഓതുക. ഓരോ മുബീൻ എത്തുമ്പോഴും നിങ്ങളുടെ ആവശ്യം പടച്ച റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്കി ഓതുക. അങ്ങനെ ഓരോ മുബീൻ എത്തുമ്പോഴും നിങ്ങൾ ദുആ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് 3 യാസീന നേർച്ച വെച്ചതെങ്കിൽ 3 യാസീൻ ഓതുക. 7 ആണെങ്കിൽ 7 ആരോടും സംസാരിക്കാതെ ഓതുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും. ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പരാതിപ്പെടരുത്. 1 2 3 ദിവസം കൊണ്ട് കിട്ടും. തുടർച്ചയായിട്ട് ചെയ്തു കൊള്ളുക. നിങ്ങൾ വിചാരിച്ചതിലും ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെട്ടെ. നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള ഒരു ഷെയർ കാരണം മറ്റുള്ളവർക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.